ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു 3 കർമ്മങ്ങൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ഇപ്പം ദിവസം നിത്യേന ചെയ്യേണ്ട 3 കർമ്മങ്ങൾ എന്തൊക്കെയാ? അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത് ഒന്നാമതായിട്ട് ഞാനിന്ന് എഴുന്നേറ്റല്ലോ. ഇത് ഉറങ്ങാൻ കിടന്ന എഴുന്നേറ്റോളണമെന്നില്ലല്ലോ. അപ്പൊ എഴുന്നേറ്റല്ലോ എന്നൊന്ന് ഓർമ്മിക്കുക, അതാണ് ആദ്യം വേണ്ടത്. അപ്പൊ അതിനെന്താ കാരണം? എത്ര പ്രകൃതി ശക്തികളുടെ അനുഗ്രഹം കൊണ്ടാ എനിക്കിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞേ. ഇന്നലെ ഞാൻ കുടിച്ച വെള്ളം, ഇന്നലെ ഞാൻ കഴിച്ച ഭക്ഷണം, എനിക്കത് തന്ന വലിയൊരു സമൂഹം, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏതോ നാട്ടിലെ കൃഷിക്കാർ, അതെനിക്ക് എത്തിച്ച ഡ്രൈവർമാർ, അത് എനിക്ക് എത്തിച്ച ഉൽപാദകർ, ഇങ്ങനെ വലിയൊരു ശൃംഖലയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത്. അപ്പൊ ആദ്യം വേണ്ടത് ഒരു കൃതജ്ഞത, ഒരു നന്ദി പ്രകടനം. ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ചെയ്യേണ്ട പരിപാടിയല്ല, ദിവസവും. അപ്പൊ ഒരു കൃതജ്ഞതാപൂർണമായ ഒരു ഭാവത്തോടു കൂടി രാവിലെ എഴുന്നേൽക്കുക. അപ്പൊ എന്നെ ഞാനാക്കിയത് ആരാ? ആദ്യം തന്നെ അമ്മയാണ്, ഒപ്പം തന്നെ അച്ഛൻ വരുന്നു. അപ്പൊ അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ പിതൃക്കള്, ഈ പിതൃക്കളെയും ദേവതകളെയും ഒന്ന് മനസ്സുകൊണ്ട്, അപ്പൊ സർവ്വലോകത്തെയും പിതൃക്കളെയും ദേവതകളെയും മനസ്സുകൊണ്ടൊന്ന് വന്ദിക്കുക. ഒന്ന് മനസ്സ് ശാന്തമാക്കിയിട്ട് അല്പനേരം അവനവന് എന്താണോ ഇഷ്ടമായത് അല്ലെങ്കിൽ സ്വീകാര്യമായത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കുക. ഇപ്പോൾ മതഭേദങ്ങൾ നമുക്കിടയ്ക്കുണ്ട്. മന്ത്രം ജപിക്കുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഹിന്ദുവിൻ്റെ ആചാരം മാത്രമാണെന്ന് വിചാരിക്കും. അല്ല, എല്ലാ മതചിന്തകൾക്കനുസരിച്ചും ഈശ്വര സങ്കല്പങ്ങളുണ്ട്, ആ ഈശ്വരന് നാമങ്ങളുണ്ട്. അത്തരം എന്തെങ്കിലും ഒന്ന്, ഇനി അതൊരു ക്രിയയോട് കൂടിയായ നന്ന്, നമസ്കാരത്തോടു കൂടിയായ നന്ന്. അത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ കർമ്മോപാധി, എൻ്റെ എല്ലാ വിജയത്തിനും കാരണമായിട്ടുള്ള എൻ്റെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ കാലിൻ്റെ അടി മുതൽ ശിരോരോമം വരെയുള്ള എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. കാരണം ഇത് ആരെങ്കിലും പണി മുടക്കിയാൽ എൻ്റെ പണി നടക്കില്ല. എങ്കിലും മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ ഏറ്റവും അധികം ആദ്യം ആശ്രയിക്കുന്നത് കൈകളെയാണ്. അപ്പൊ കൈകളെ ഒന്ന് നോക്കി ഈ കൈകളിൽ അധിവസിക്കുന്ന ദേവചൈതന്യത്തെ ഒക്കെ ഒന്ന് നമസ്കരിക്കുക. അപ്പോഴാണ് ഈ കരാഗ്രേ വസതേ ദേവി എന്നുള്ളതായ ആ ഒരു ഭാവമൊക്കെ വരുന്നത്. അപ്പൊ ഭൂമിയിൽ പാദസ്പർശം ക്ഷമസ്വമേ എന്നൊരു സങ്കല്പം. ഇത് ചെയ്തുകൊണ്ട് ജീവിതം ആരംഭിച്ചാൽ പിന്നെ നമുക്ക് മറ്റ് ശൗചം, സ്നാനം തുടങ്ങിയതിലേക്ക് കടക്കുക. അവനവന്റെ ആദ്യം തന്നെ ഈ പറഞ്ഞൊരു കൃതജ്ഞതാഭാവം, പിതൃദേവതാ വന്ദനം ഇത് ചെയ്തിരിക്കണം. ഭൂമിയെയും തൻ്റെ തന്നെ കൈകളെയും അതിൽ അധിവസിക്കുന്ന സകല ദേവചൈതന്യങ്ങളെയും ഒന്ന് നമസ്കാരപൂർവ്വം കാണുക. ഇതൊക്കെ ഞാൻ ആകാശത്ത് പൊട്ടി വീണതല്ല, ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എന്നെ ഞാനാക്കിയ ഒരുപാട് വ്യക്തികളും ശക്തികളും ഉണ്ട്. ഇപ്പൊ ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ എത്ര ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, എന്തെല്ലാം റിസോഴ്സസ്, എന്തെല്ലാം വിഭവങ്ങൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്കൊരു കൃതജ്ഞത വേണ്ടേ? അപ്പൊ അത് വരുമ്പോഴാണ് ഒരു സാമൂഹിക ബോധമുള്ള, അഥവാ ഒരു എന്താ പറയേണ്ടത്, സമർപ്പണ ഭാവമുള്ള, അല്ലെങ്കിൽ ഒരു സാമൂഹികമായ പ്രതിബോധമുള്ള